അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജ് തുറക്കലാണ്. ഫ്രിഡ്ജ് തുറക്കുന്ന വെച്ചാൽ ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഈസ്റ്റർ മുമ്പ് ഞാൻ ഇതെല്ലാം ക്ലീൻ ആക്കിയതായിരുന്നു. ഒന്ന് ഓടിച്ചൊന്ന് ഒരു ക്ലീനിങ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കുറെ നേരം പിടിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാല് ഈസ്റ്ററിന് മുമ്പ് ഈസ്റ്റർ കഴിഞ്ഞപ്പോഴേക്കും കുറെ പച്ചക്കറികളും ചിക്കനും അതൊക്കെ കുറെ ഒക്കെ വെച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് ഒരു ഓടിച്ചിട്ടുള്ള ഒരു ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടാ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. ചുമ്മാ വെറുതെ വെള്ളം മുക്കിയിട്ട് തുറക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എപ്പോഴും ഓണാക്കിയിടണല്ലേ, അതുകൊണ്ട് അധികം പിന്നെ അത് കാരണം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അത് മാത്രം എനിക്ക് തുളച്ചാൽ മാത്രം മതിയാവും തോന്നണം. പിന്നെ ഇറച്ചിയൊക്കെ വെക്കണൊക്കെ തന്നെ ഈ പ്ലാസ്റ്റിക് കവറിലും പാത്രത്തിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അത് കാരണം പ്രത്യേകിച്ച് അഴുക്കുന്ന അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം സാധനങ്ങളൊന്നും വെക്കാറൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഒന്നും വെക്കാറൊന്നും ഇല്ല കാര്യത്തില്. അത് നിങ്ങൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാനൊന്നും വേണ്ട. അത് കാരണം പിന്നെ തുടക്കാനും സുഖമാണ്. പിന്നെ ഇപ്പോഴായിട്ട് ഇപ്പൊ ചൂടുള്ള കാരണം വെള്ളം വെക്കാറുണ്ട്. പിന്നെ അതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ സോണോട് ഏതായാലും ഫ്രിഡ്ജ് അപ്പൊ കുറച്ചു നേരം ഓണാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഏതായാലും എന്തെങ്കിലുമൊക്കെ ഷെയ്ക്ക് അടിക്കാനായിട്ട് എന്തെങ്കിലും മാങ്ങി എന്തെങ്കിലും കൊണ്ടുവന്നെയാണെങ്കിൽ അത് അടിച്ചിട്ട് അതിന് വെക്കാലോ. അപ്പൊ അത് കാരണം ഇപ്പൊ ഓണാക്കിയിടുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഓണാക്കിയിടയൊന്നും ഇല്ല കേട്ടാ. നിങ്ങൾ ഓർക്കും എന്താണ് പിശുക്കാണെന്ന് ഓർക്കും. പിശുക്കായിട്ടൊന്നും അല്ല, ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെക്കാണ്ടൊന്നും ഇല്ല. പിന്നെ വെറുതെ ഓണാക്കിയത് എന്തിനാണെന്ന് ഓർത്തിട്ടാണേ. പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോഴേക്കും ഇതേപോലത്തെ നേരത്തെ ഞങ്ങൾക്കൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നേ. അപ്പൊ അതിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനെ പാടുകളും അഴുക്കുകളൊക്കെ പെട്ടെന്ന് പാണ്ട് വരുമായിരുന്നു. അപ്പൊ ഞാൻ സോണി പറഞ്ഞു, സോണി എന്തെങ്കിലും ഒന്ന് വെക്കുക. അപ്പൊ സോണി പറഞ്ഞപ്പോ ഫ്ലിപ്കാർട്ടിൽ നോക്കിയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സോണി എന്നത് വാങ്ങിക്കാത്. ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോ തന്നെ വെച്ചായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കാണിക്കാൻ പറ്റിയത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ, പിന്നെ കുറെ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയുള്ള കുറെ പാത്രങ്ങളും അതും ഇതൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതും കാണിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണം കൂട്ടത്തിൽ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. അതായത് പച്ചക്കറികള്, പിന്നെ ഒരു ബാഗ്, അതായത് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ ചീത്ത കത്തിക്കാനുള്ള ബാഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതൊക്കെ വേണമെങ്കിൽ പറയണം. അതിന്റെ ഒരു വീഡിയോ ഇട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് കാണിക്കാന്ന് കേട്ടോ. ഇതിലൊന്നും ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞേ. ഇത് ഞങ്ങൾ നേരത്തെ അന്ന് പുട്ട് ഐസ്ക്രീം കഴിച്ചതിന്റെ പാത്രമാണ്. അപ്പൊ ഇനി വല്ലപ്പോഴും ഞങ്ങൾക്ക് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ എന്നോർത്തിട്ട് എടുത്ത് വെച്ചതാണ് കഴിയിട്ട്. അപ്പൊ പിള്ളേർക്കൊന്നും കൊടുത്തില്ല. പിള്ളേർ വേണ്ടെന്ന് പറഞ്ഞു. ഇത് പിന്നെ മിൽക്കി മിസ്റ്റിന്റെ ഒരു ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാല് അങ്ങനെ ഇങ്ങനെയിട്ട് അത് അങ്ങനെ വാങ്ങിക്കാറില്ല ബോക്സ് ആയിട്ട്. അപ്പം മറ്റേ ഒരു എന്താ പറയാ, പിന്നെ പേപ്പറിന്റെ പോലത്തെ ഇതായിട്ടുള്ള സാധാരണ ഇപ്പൊ വാങ്ങിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴേക്കും ഇതിലെടുക്കാണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ സോഡിയം ഒരു കാര്യം ഇത് കഴുകി വെച്ചേക്ക് കളയുണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് സൂക്ഷിച്ച് കയറ്റി വെച്ചോണ്ടാണ്. ഏതായാലും ഇതിലുള്ളൊന്നും വെക്കാറൊന്നുമില്ല. ഇത്രയും ശരിക്കും പറഞ്ഞ ഫ്രിഡ്ജ് ആൾക്കാർക്ക് ഇത്രയും വലിയേക്കാളും വലുതാണ് എല്ലാവരും കയ്യിലുള്ളത്. ഞങ്ങൾക്ക് ഇതുപോലും ഇത്രയും ആവശ്യം പോലും ഇല്ല സത്യം പറഞ്ഞാല്. അപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ കഴിഞ്ഞിട്ടൊന്നും ഇല്ല. അപ്പൊ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്റെ മോന്റെ ഒരു പിയാനോ വായനയുണ്ട്. പാട്ട് ഏതാന്ന് വെച്ചാല് നേരത്തെ പാടുന്ന വെച്ചാല് ഇങ്ങനെ ഡിവോഷണൽ സോങ് കാണുന്നാല്, ഇതിപ്പോ അങ്ങനെയല്ല, സർവ്വമായ പാട്ടാണ് ഇപ്പൊ അവൻ പിയാനോ വായിക്കാൻ വേണ്ടി പോണത്. നമുക്ക് അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് നിർത്താം. ഓക്കെ.
അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.